റോക്കി ബൈ നേക്കഡ്. ആരെ കെട്ടിക്കാനാണ് വെടിവെക്കുന്നത്? എന്തെങ്കിലും ആരെ കെട്ടിക്കാൻ? ദ്രോഹം, അസഹനീയം. 3 മണിക്കൂർ 14 മിനിറ്റ് അത് പിടിച്ചിരുത്തി ടോർച്ചർ ചെയ്യിപ്പിക്കുന്നു. ഇതാണ് ഈ പടം. റോക്കി ബായ് അല്ല, പ്ലക്കൽ ബായ് പടം. മോനെ തുടിക്ക പ്ലക്കണം, അത്രേ ഉള്ളൂ. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളെ കലിപ്പ് തീരണില്ലല്ലേ. ഒരു കാരണവശാലും കൊച്ചു പിള്ളേരെ ഒന്നും കൊണ്ട് ഈ പടം കൊണ്ട് കാണിക്കുന്നു. റോക്കി ബൈയുടെ സാമാനം കണ്ട് പേടിക്കും പിള്ളേരൊക്കെ. അതാണ് നിങ്ങളുടെ പറയാനുള്ളത്. അതുകൊണ്ട് റോക്കി ബൈ നേക്കഡ്. അത് കേൾക്കുമ്പോ നായിന്റെ മോനെ നിർത്തിയിട്ട് പോടാ എന്ന് പറഞ്ഞ് ജനങ്ങൾ പറഞ്ഞു. തിയേറ്ററിൽ നിന്ന് പല ആൾക്കാർ പല രീതിയിൽ പറഞ്ഞത് ഒന്നും മോഹൻദാസ്, നിങ്ങളുടെ ട്രിപ്പിംഗ് ആണോ നിങ്ങൾ യാസിനെ വെച്ച് മുമ്പിച്ചത്? ആരെ കെട്ടിക്കാനാണ്? ആരെ കെട്ടിക്കാനാണ് കോടികൾ മുടക്കി ഗീതു മോഹൻദാസ് സ്ത്രീയെ നിങ്ങൾ ഈ സിനിമ എടുത്തത്? രാജി രവി ആരെ കെട്ടിക്കാനാണ്? സ്ക്രിപ്റ്റ് കത്തിച്ച് കളണെന്ന് പറഞ്ഞു. മണരത്നത്തെ കൊള്ളൂല, ശ്രീനിവാസനെ കൊള്ളൂല. ആരെ കെട്ടിക്കാനാണ് ഈ അപരാധം, ഈ കാട്ടപരാധം പടച്ചു വിട്ടത്? എത്ര പൈസ? ലാസ്റ്റ് കുറെ കോമാളികൾ വരുവാണ്. ഇതൊരു കോമാളി പടമാണെന്ന് കാണിക്കാൻ വേണ്ടി കോമാളികൾ വരെ ഇറക്കിയ ഗീതു മോഹൻദാസ് സ്ത്രീയെ ആരെ ഒരുപാടൊന്നുമില്ല. നിന്റെ അനിയനെ കത്തിച്ചിട്ട് ആ ചാരം കൊണ്ടൊരു ലൈനുണ്ട്. ഒന്ന് അല്ല റോക്കിയണ്ണ, ഈ ചാരമൊക്കെ എടുത്തിട്ട് മുക്കി കയറ്റി കഴിഞ്ഞാൽ മണ്ടേ കയറി വേറെ വല്ല അസുഖം വരും. അസ്ഥിയാണ് അടിച്ച് കയറ്റണത്, ഫിലമെന്റ് അടിച്ചു പോകും. ഓ അളിയാ, ഇത് ഇത്തിരി കഠിനമാണ്. റേറ്റൊക്കെ ചോദിക്കുന്നു മുഖത്ത് വെച്ച്. ഓ ബൈ ദ വേ, കൊച്ചുകുട്ടികൾ പ്ലീസ്, എന്ത് സംഭവിക്കാം. ഞങ്ങോട്ട് പലതും കാണേണ്ടി വരും. കൊച്ചു പിള്ളേരൊക്കെ കണ്ണ് പൊത്തി വെച്ചിട്ട് കണ്ണ വഴി ഓടാൻ പറഞ്ഞോട്ടെ പാരന്റ്സിന്റെ അടുത്താണ് പറയുന്നത്. ഈ ഒരു അവസരത്തിൽ സന്തോഷ് പണ്ഡിറ്റിനെ നമിക്കുകയാണ്. സന്തോഷ് പണ്ഡിറ്റ് തൻ്റെതായ ഒരു സിഗ്നേച്ചർ മലയാളത്തിൽ പതിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. കാരണം സിനിമ എന്ന് പറയുന്നത് പണി അറിയാവുന്നവർക്ക് പറ്റിയ പണിയാണ്. സന്തോഷ് പണ്ഡിറ്റിന്റെ കൃഷ്ണനും രാധയും ഇതിലും മികച്ചതായി പ്രേക്ഷകർക്ക് തോന്നുന്നു. ഇത് ഒരു ബാർബർ ഷോപ്പ്, ഒരു സലോൺ, ഒരു മറ്റെന്താ പറയുക താടി, അതിൻ്റെ എന്താ ഏഡിൽ അഭിനയിക്കുന്ന ലുക്കാണ് ഇതിൽ യാഷിന്. എന്നിട്ട് ആരെ കെട്ടിക്കാനാണ് വെടിവെക്കുന്നത്? ഇയാൾ ആരൊക്കെയോ വെടിവെക്കും. ഇയാൾ വെടിവെക്കും രണ്ട് തരത്തില. ഒന്ന് തോക്കെടുത്ത് വെടിവെക്കും, 2 സ്ത്രീകളെയും വെടിവെക്കും. ഇത് പാവം ടോക്സിക് കൊണ്ട് ഭ്രാന്തായി പോയി എന്നാ കേട്ടത്. എൻ്റെ ദൈവമേ, എനിക്ക് തന്നെ കണ്ടിട്ട് പേടിയാവുന്നു. പുള്ളിക്ക് മാത്രമല്ല വിക്കി തഗിനും ഭ്രാന്തായെന്നാ കേട്ടത്. നമുക്ക് വിക്കി തഗിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് ടോക്സിക് കണ്ട് കിളി പോയിരിക്കുകയാണ്. ടോക്സിക് അല്ല, ടോർച്ചറിങ് ആണെന്നാണ് കേട്ടത്. കണ്ടതിനേക്കാൾ വലുതല്ലല്ലോ കേട്ടറിവ്. കണ്ടവരുടെ അഭിപ്രായം നമുക്ക് എല്ലാവരുടെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ ഗീതു മോഹൻദാസ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ലേ? ഈ പ്ലക്കലാവതരാധം നിർത്തിയാൽ തന്നെ ആ സിനിമക്കൊരു ഒരു 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 വിഭാഗം ആളുകളെങ്കിലും, കുറച്ച് വിഭാഗം ആളുകളെങ്കിലും നല്ലത് പറയുമായിരുന്നു. പ്ലക്കൽ മൂവി, പക്ക പ്ലക്കൽ മൂവി, ഒന്നും പറയാനില്ല. ഓണം മൂഞ്ചിച്ചു, ഊമ്പി തോക്കെടുത്ത് വെടിവെക്കുന്നു, പിന്നെ ഇയാള് കളിക്കുന്നു. എന്ത് ആരെ കെട്ടിക്കാനാണ്? ഗീതു മോഹൻദാസിന് തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ട്രിപ്പിംഗ് ആണോ? നിനക്ക് നോട്ടം എന്റെ അരയ്ക്ക് താഴ്പോട്ടാ. ഗീതു മോഹൻദാസ് ഇതുപോലെ തീട്ടപ്പടം ഈ ഒരു ഓണം, മലയാളികൾ ഈ പണം കാണുന്നില്ലായിരുന്നു. ബട്ട് യാഷുണ്ട്, ഗീതു മോഹൻദാസ് ഡയറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇത് ഭയങ്കര പണം കാണാൻ പോയതാണ്. കാണാൻ പോയ എല്ലാ ആൾക്കാരും മുമ്പി ആരെ കെട്ടിക്കാനാണ്? നിങ്ങളുടെ ട്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് യാഷിനെ മുമ്പിച്ചില്ല. ഇനി ഇതിൽ ആരെ കെട്ടിക്കാനാണ് ഈ ഒരു പണം? നിങ്ങൾ പണ്ടൊരു കസബയുടെ സമയത്ത് സെയ്റ്റ് എന്ന് പറഞ്ഞ പാർവതി തിരുവോത്തിനെ ഉമ്പിച്ച സ്ത്രീയാണ് നിങ്ങൾ. ആര്? ഗീതു മോഹൻദാസ്. എന്നിട്ട് അന്ന് നമുക്ക് എന്താ ചെയ്ത അതിനകത്ത്? മൂപ്പർ ജസ്റ്റ് ഒരു പോലീസുകാരി വന്നു, അവരെന്തോ അപരാധം പറഞ്ഞു, മൂപ്പർ തിരിച്ചൊരു അപരാധം പറഞ്ഞു. അതോടെ ഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ണാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. പണ്ട് മമ്മൂക്ക അങ്ങനെ ഒരു കൊണോട്ടേഷനിൽ ഒരു സ്ത്രീ എടുത്ത് സംസാരിച്ച സമയത്ത് അപ്പൊ യാഷ് എന്താ
യാഷി രുക്മിണി വാസനെ കളിക്കുന്നില്ലേ, കൈരാന്തുവിനെ കളിക്കുന്നില്ലേ? ഇപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ അന്ന് സെയ്റ്റ് എന്ന് പറഞ്ഞ പറവി തിരുവത്തിന് മുമ്പിച്ചല്ലോ, അതേ നിങ്ങളെടുത്ത പറയണത്. ഇതിന്റെ DOP ആരാണ്? ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി നിങ്ങളെ ഭർത്താവ് ആരാ? രാജരവി. ആരെ കെട്ടിക്കാനാ? ഒറ്റക്കാരെ പറയാനുള്ളൂ, ഊമ്പിക്കോ ഊഞ്ഞാലാടരുത്. മനസ്സിലായോ? നിങ്ങള് യാഷിന് ഇൻട്രോ എന്നാ പമ്പ് ചെയ്തിട്ടടിക്കുന്നു? അതാണോ നിങ്ങളുടെ കോൺസെപ്റ്റ്? അതാണോ? അത് വെച്ചിട്ടാണോ നിങ്ങൾ ഇതാക്കാൻ നോക്കിയത്? സന്തോഷ് പണ്ഡിറ്റിന്റെ കൃഷ്ണനും രാധയുടെ നിലവാരം പോലും ഇല്ലാത്ത KVN എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ഇത്രയും ഊമ്പിച്ച് വിട്ട ആരെ കെട്ടിക്കാനാ? ഇത്രയും ഊമ്പിച്ച് ആരെ കെട്ടിക്കാൻ? ആദ്യം ഗീതു മോഹൻദാസിനോട് ആരെ കെട്ടിക്കാന്ന് ചോദിക്കണം. എന്ത് കോണോത്തിലെ സാധനം എടുത്തു വെച്ചിട്ടുള്ളത്. നല്ലൊരു ഓണം പ്ലക്കി വിട്ടു യശും ഗീതു മോഹൻദാസും എല്ലാരും കൂടിയിട്ട്. ആരെ കെട്ടിക്കാൻ? ആദ്യം ഗീതു മോഹൻദാസിനോട് എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടല്ലോ തിയേറ്ററിൽ ഇരുന്നിട്ട്. ഏത് വഴിക്ക് ഇറങ്ങി ഓർഡർ എന്നുള്ളത് ഒരു പിടുത്തോണായി. പിന്നെ മരവിച്ചു പോയി. മരവിച്ചു പോയി. പൈസ കൊടുത്താലും ഞാൻ കൊടുത്ത പൈസ എനിക്ക് ഇറങ്ങി ഓടിക്കൂടെ. പക്ഷെ കയ്യും കാലും മരവിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു നിവർത്തി ഉണ്ടായി പോയില്ല. കാരണം രാവിലെ മലപ്പുറത്തുനിന്ന് 5 മണിക്ക് നീച്ച് 6:45 ഷോന് കോഴിക്കോട് വന്നിട്ട് മരവിച്ചു പോവാന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. ആരെ കെട്ടിക്കാന്ന് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. എമ്മാതിരി സാധനം എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു പടം ഓക്കെ ഇത്രയും 500 കോടിയോ 600 കോടിയോ കണ്ട് ബഡ്ജറ്റിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനാദ്യം ഒരു കഥ വേണം. ബേർ മിനിമം ഒരു സ്റ്റോറി ലൈൻ വേണം. ഇനി ഒരു സ്റ്റോറി ലൈൻ കുറച്ച് വീക്ക് ആണെങ്കിൽ അത് സ്ക്രീൻ പ്ലേയിലൂടെ മെച്ചാക്കാൻ ഡയറക്ടറോ അതൊരു എഫേർട്ട് വരണം. ഇത് എന്തോന്നറിയത്? യഷിന് ആദ്യമായി ലോക സിനിമയിൽ ഒരു 10,000 ആളെ കൊന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പടം എടുത്ത് വെച്ചതാ. തോക്കിന് ഉണ്ടയ്ക്ക് വിലയില്ല. ആൾക്കാർ മരിക്കണേനൊരു കറക്കില്ല. ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു സിനിമയിൽ ഇത്ര ആള് മരിച്ചു കണ്ടിട്ടില്ല. നീക്കണോ കൊല്ലണോ മരിച്ചു വീണു, നീക്കണോ കൊല്ലണോ മരിച്ചു വീണു, കല്ല് കുടിക്കുന്ന സിഗരറ്റ് അടിക്കണോ പ്ലക്കണോ, കല്ല് കുടിക്കുന്ന സിഗരറ്റ് അടിക്കണോ പ്ലക്കണോ കൊല്ലണോ. ഇതെന്നെ പരിപാടി. എന്തെന്നാ ഇത്? ആള് മരിച്ചു വീണേനൊന്നു ഫാന്റസി ആകാം, ഫെയറി ടൈൽ ആവാം, വാട്ടെവർ എന്ത് ബുൾഷിറ്റ് വേണമെങ്കിലും എടുത്തു വെച്ചോ. ഇതിനകത്ത് ലോജിക്കും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. പക്ഷെ ഈ ലോജിക്കില്ലായ്മയിലും ഉണ്ടല്ലോ എവിടെയെങ്കിലും നമുക്കൊരു ലോജിക്കിന് ഇത്രയും അതുപോലും വർക്കൗട്ട് ഒന്നുമില്ലേ. കണ്ടിട്ട് വരുന്ന വഴിയാണ്. ഓണമായിട്ട് നല്ലൊരു സമ്മാനമാണ് നമുക്ക് കിട്ടിയത്. അത് ഞാൻ ജീവിതകാലം മൊത്തം ഈ ഒരു നന്ദി ചേച്ചിയോട് ഞങ്ങൾ മലയാളികൾക്ക് ഉണ്ടാവും. ഈ സിനിമ കഴിഞ്ഞാലും യാഷിന്റെ എന്തോ ഒരു സാധനം ചേച്ചി കൂടെ കൊണ്ടുപോകുമെന്ന്. യാഷിനെ ആ പരിസരത്തോട്ട് ചേച്ചി അടുപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി ഒരു ഊമ്പിയ പടപടെ. ഇത് മിക്സഡ് റിവ്യൂ ഒന്നും വരാൻ ഒരു സാധ്യതയില്ല ഈ പടത്തിന്. ഇതിന് സാധാരണ നമ്മൾ പടം ഇറങ്ങി ഒന്നെങ്കിൽ കുറെ ആൾക്കാർ നല്ലതെന്ന് പറയും, അല്ലെങ്കിൽ കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, കുറെ ആൾക്ക് ഇഷ്ടപ്പെടൂല, മിക്സഡ് റിവ്യൂ വരും. പക്ഷെ ഈ സിനിമ കണ്ട ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയും ക്യാ കാട്ടവരാത് ഹേ, ഇന്റർനാഷണൽ കാട്ടവരാതം എന്നൊക്കെ വേണമെങ്കിൽ പല രീതിയിൽ പല തരത്തിൽ നമ്മൾ പറയും. അമ്മാതിരി ഒരു പണ്ണലടേ. ഇത് പണ്ണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ തിയേറ്ററിൽ വിളിച്ചിരുത്തിയിട്ട് പ്ലക്കി വിട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഉള്ള കാര്യം പറയാലോ. ഇതോടുകൂടി എന്റെ പൊന്നു ചേച്ചി ദ്രോഹിക്കരുത്, അപേക്ഷയാണ്. എന്തിനാ നമ്മളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ദ്രോഹം അസഹനീയം. 3 മണിക്കൂർ 14 മിനിറ്റ് ആണ് ഇതിന്റെ ഡ്യൂറേഷൻ. അത്രയും സമയം തിയേറ്ററിൽ വിളിച്ച് വരുത്തി ഇരുത്തി നമ്മുടെ പൈസയും കൊടുത്ത് നമ്മളിതിനകത്ത് പിടിച്ചിരുത്തി ടോർച്ചർ ചെയ്യിപ്പിക്കുന്നു. ഇതാണ് ഈ പടം. സഹിക്കാൻ പറ്റത്തില്ലടേ, സഹിക്കാൻ പറ്റത്തില്ല, സത്യമായിട്ട് സഹിക്കാൻ പറ്റത്തില്ലേ. ഭ്രാന്തുള്ള ആരെങ്കിലും ഈ പടം കാണിക്കാൻ കൊണ്ടുകഴിഞ്ഞാൽ പുള്ളിയുടെ ഭ്രാന്ത് മാറും. കാര്യം ഷോക്ക് അടിപ്പിച്ചതിനേക്കാളും 100 ടൈംസ് എഫക്റ്റ് ആണ് ഈ പണ്ടാരം കണ്ടറിയും കഴിഞ്ഞാൽ. പടത്തിന്റെ അവസാനമാകുമ്പോഴത്തേക്ക് അഭിനയിച്ച് ഈ യാഷിനെ ഒരു ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. മാതിരി ഐറ്റമാ. കണ്ടിരിക്കുന്ന ജനങ്ങൾക്കും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന യാഷിനും എല്ലാവർക്കും ഭ്രാന്ത്, മൊത്തത്തിൽ ഭ്രാന്ത്. എന്തൊക്കെയാ അവിടെ കടന്ന് കാട്ടിക്കൂട്ടി. ഡാഡി ഞാനിവിടെ വന്നോട്ടെ ഡാഡി. കണ്ടവരൊക്കെ ഒരേ സ്വരത്തിൽ പറയാണ് അവരാധ പടം. കണ്ടവർക്കൊക്കെ ഭ്രാന്തായെന്നാ കേട്ടത്. എന്താന്ന് അറിഞ്ഞൂടെ. ഈ ഭ്രാന്താവാൻ മാത്രം എന്താണാവോ ഈ പടത്തിലുള്ളത്? ദൈവമേ, കാണാൻ തന്നെ വേണ്ടിയിരുന്നു. എനിക്കും വട്ടവും അല്ലെങ്കിൽ എനിക്കാരെ വട്ടാണ്. ഇതും കൂടി കണ്ടിട്ട് മുഴുവട്ടാക്കണോ? യഷിന് ഭ്രാന്തായെന്നാ കേട്ടത്. യഷ് 3 മണിക്കൂർ പടം ഇറങ്ങി 3 മണിക്കൂർ കഴിഞ്ഞ് യഷിനെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്നാ കേട്ടെ. സോറി, യാഷ്.
അവന്റെ അച്ഛന്റെ ഒരു പച്ചത്തെറിയാണ് ആൾക്കാർ തിയേറ്ററിൽ വിളിച്ചു പറഞ്ഞത്. പച്ചത്തെറി. അയ്യോ, ഇടയ്ക്കിടയ്ക്ക് ഡാഡി ഹോം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പം ചൊറിഞ്ഞ ഒരു ഫേമസ് ഡയലോഗാണ്. അത് ഈ സിനിമയിൽ കൊണ്ടിട്ട് അത് കേൾക്കുമ്പോ നായിന്റെ മോനെ നിർത്തിയിട്ട് പോടാ എന്ന് പറഞ്ഞ് ജനങ്ങൾ പറഞ്ഞു. തിയേറ്ററിൽ നിന്ന് പല ആൾക്കാർ പല രീതിയിൽ പറഞ്ഞത് ഒന്ന് നിർത്തിയിട്ട് പോടാ എന്ന്. ഇന്റർനാഷണൽ രീതിയിലൊക്കെയാണ് മേക്കിംഗ് ഒക്കെ. തുടക്കം മുതൽ ഒടുക്കം വരെ വെടിവെപ്പാണ്. 2 തരത്തിലുള്ള വെടിവെപ്പാണ് മെയിൻ ആയിട്ട് ഇതിനകത്തുള്ളത്. ഒന്ന് തോക്ക് ഉപയോഗിച്ചുള്ള വെടിവെപ്പ്, പിന്നെ അണ്ണന്റെ സ്പെഷ്യൽ തോക്ക് ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള വെടിവെപ്പ്. ചില സീനുകളിൽ 2 തോക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അണ്ണന്റെ തോക്ക് ഉപയോഗിക്കുന്നുണ്ട്, മറ്റേ തോക്ക് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായോ? അവഹിതങ്ങളെയൊക്കെ എത്ര നല്ല മനോഹരമായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് ഗ്ലോറിഫൈ ചെയ്ത് വെച്ചേക്കുന്നത്. സൂപ്പർ. ഫെമിനിസവും പറഞ്ഞോണ്ട് ഈ വഴിക്കെങ്ങാണം വന്നേക്കല്ലേ എന്റെ ചേച്ചി. അങ്ങനെങ്ങാണം വന്നു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ അപ്പം പറയാം. ഗീതു മോഹൻദാസിന്റെ യാഷിന്റെ ടോക്സിക് കണ്ട് പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ സിനിമ ഒരുപാട് ബെറ്റർ ആക്കാനുണ്ടായിരുന്നു. 3 മണിക്കൂറൊക്കെ വലിച്ചു നീട്ടി വയലൻസ് ഒന്ന് തോന്നിപ്പിക്കുന്ന ഗ്രാഫിക്സ് സാധനങ്ങളൊക്കെ ഇട്ട് ലുക്കുള്ളൊരു യാഷിനെ കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഭയങ്കര വലിച്ചിലായി പോയി. ഭയങ്കര വലിച്ചിൽ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഒരു കൊല്ലം കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ടെൻഷൻ വേണ്ട. ഞാൻ ടോക്സിക് സിനിമ കണ്ടിട്ട് വന്നതാണ്. എന്താണത് 3.5 മണിക്കൂർ എന്റെ കൊട്ടകീരി. ഞാൻ ഇത് കണ്ട് കുറേ ചിരിച്ചു. സത്യം പറയാല്ല, പുള്ളിയുടെ കോലം നോക്കിയ ടോക്സിക് കണ്ടിട്ട് സംഭവിച്ചത് മുടിക്ക് ഷോക്ക് എത്തും തോന്നുന്നു. അതിനുള്ളിൽ കയറിയ ഷോക്ക് അടിച്ച പോലെ ഇറങ്ങി വരാമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതേ ഇപ്പൊ കണ്ടു ഒരാൾ ഇറങ്ങി വന്ന കോലം. ഞാനൊന്ന് വാരി കെട്ടിവെച്ചിട്ടേ സംസാരിക്കാം. നിങ്ങൾ എന്തോന്ന് പടത്തിലെന്നാ പോയി അഭിനയിച്ച ബഹുമാനപ്പെട്ട ഗീതു മോഹൻദാസ് ഇതിനു വേണ്ടി തോക്കെവിടിരിക്കുന്നു, ഇതിനു വേണ്ടി ബോംബ് ഇതെവിടിരിക്കുന്നു. ഒരു സിനിമ തുടക്കം മുതലേ ബോംബേറ്, കത്തിക്കുത്ത്, കൊലപാതകം, അക്രമം, കണ്ടും മരത്ത്. ഈ തോക്ക് മറ്റേ തോക്ക് വിഷമമുണ്ട്. രാവിലെ എഴുന്നേറ്റ് പോയതാ. 1.25 മണിക്കൂർ ഇന്റർവെല്ലുണ്ട്. 1.25 മണിക്കൂറിൽ ഒരു പ്രാവശ്യം പോലും തിയേറ്ററിൽ കൈയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരുപാട് ആക്ഷൻ സീൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു തരി കൂടെ ഹൈ മൊമെന്റ്സ് തന്നിട്ടില്ല. മെയിൻ ഇതിലെ ഡയലോഗ്സ് വന്നിട്ട് സന്തോഷ് പണ്ഡിത്തിന്റെ ഡയലോഗ് ഉണ്ടല്ലോ, തീപ്പെട്ടി വരച്ച തീ കിട്ടും, തീ വരച്ച തീപ്പെട്ടി കിട്ടും. ആ സെറ്റപ്പാണ് ഡയലോഗ്. അത് ഡബിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് അറിയത്തില്ല. ഡബിങ് എന്ന് പറഞ്ഞാൽ ഡബിങ് ചെയ്തവനെ കുനിച്ച് നിർത്തി ഇടി കൊടുക്കണം. ഏവൻ ഡബ് ചെയ്തൊന്നും ഒരു പിടിയില്ല. എനിക്ക് തോന്നുന്നു ഇനി ഇപ്പൊ നമ്മൾ ഇത് കമന്റ് പറയുമ്പോൾ താഴെ ഒരുപാട് കമന്റ് വരും. കുറെ കാബറക്കികളുണ്ട്. ഉമാര് സിനിമയും കാണൂല, ഇരുന്ന് കമന്റ് അടിച്ചുകൊണ്ടിരിക്കും. സിനിമ കണ്ടിട്ട് കമന്റ് ഇടാം. വാഷ് ഔട്ട് ആവാൻ 100% ചാൻസ് ഉണ്ട്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഞാൻ സത്യം പറഞ്ഞ ഒരുപാട് സ്റ്റേറ്റ്സിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോ എന്റെ സ്വന്തക്കാരോട് ഞാൻ എന്താ പറയാ, എനിക്ക് ആകെപ്പാട് പറയാനുള്ളത് നാളെ ടോക്സിക് ഇറങ്ങുകയാണ്. വെക്കടാ സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഇത്രയും ഒരുപാട് കഷ്ടപ്പാടും എല്ലാം വെച്ചിട്ട് നടന്നൊരു സിനിമയാണ്. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ, പക്ഷെ പടം പൊട്ടും. പറയാതിരിക്കാൻ നിവർത്തില്ല ഗൈസ്. കൂതറപ്പടം ഇത് നാളെ മടങ്ങും. ഇന്നത്തേക്കുള്ള ഷോ ഉള്ളൂ, നാളെ ഇത് കട്ട കയറും. എന്നാ നിങ്ങൾ ചെല്ലു, ഞാൻ ഈ പണിയൊപ്പിച്ച പന്നി ഒന്ന് തപ്പി നോക്കട്ടെ. ഇട്ട് കള വർക്കിച്ച മാണിക്യത്തിന് ചീള് കേസാ, പക്ഷെ വർക്കിച്ചിരുന്നൊരു തോൽവിയാ.